ഈ ആര്യനും നെവിനും എന്ത് വെറുപ്പിക്കലാണ്. ലൈവ് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവര് കാരണം. ലിറ്ററലി ആ ലെവല് വെറുപ്പിക്കലാണ്. ചുമ്മാ അങ്ങ് വെറുപ്പിച്ച് അങ്ങ് കൈ നിട്ടങ്ങ് കൊള്ളമാക്കുകയാണ്, അങ്ങ് ചളമാക്കുകയാണ് അങ്ങോട്ട്. എന്ത് കാര്യത്തിന്? ഒരാളുടെ ഇമോഷൻ പങ്കുവെച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷൻ വന്നു വാഷ്റൂമിലേക്ക് പോയി അത് കരഞ്ഞു തീർക്കാം, വെന്റ് ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈ രണ്ട് മരമാക്രികളും കൂടെ പുറകെ പോവുകയാന്നേ. എന്നാത്തിനായി പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. ക്യാപ്റ്റൻസ് ആണോ? ഓക്കെ, സമ്മതിച്ചു. ക്യാപ്റ്റൻസ് ആണെ അവിടെ ഇങ്ങ് ഇരുന്നാൽ മതി. അക്ബർ അവിടെ കാണിച്ചൊരു മര്യാദയുണ്ട്. അക്ബർ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നു. ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് ആദ്യം പോലെ പറയാം. ഈ ഒരു മോർണിംഗ് ടാസ്ക് നടന്ന സമയത്ത് അനുമോൾക്ക് ഇത്തിരി ഒരു ഇമോഷൻ വന്നു. അനുമോൾക്ക് ഒരു വികാരം ഫീൽ ചെയ്ത്. കാരണം കുടുംബത്തെ മിസ് ചെയ്യുന്നു. അച്ഛനെ കാണാൻ പറ്റിയില്ല. അനുമോൾ ഒരു അച്ഛൻ മോളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. അനുമോള് വാഷ്റൂമിലേക്ക് ഓടുന്നുണ്ട്. അവിടെ പോയി നിന്ന് കരയാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് ലവന്മാരും കൂടെ പുറകെ പോയിട്ട്, പ്രത്യേകിച്ച് ഈ ആര്യൻ കേട്ടോ, ആര്യൻ പുറകെ പോയിട്ട് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. പിന്നെ നെവിനും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി പോയതാണെന്നാണ് തോന്നുന്നത്. അനുമോള് പറയുന്നുണ്ട് എല്ലാവർക്കും കുടുംബം എന്ന് പറഞ്ഞാൽ വേറെ വേറെ പോലെയാണെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം ആ ഒരു വികാരത്തിൽ പറഞ്ഞതാണ്. അപ്പൊ നെവിൻ എനിക്ക് അത്രയും കേട്ടാൽ മതിയായിരുന്നു, ബസ് എനിക്ക് അത്രയും കേട്ടാൽ മതിയായിരുന്നു, അത് മാത്രം എനിക്ക് കേട്ടാൽ മതിയായിരുന്നു പറയുന്നുണ്ട്. എന്ത് കാര്യത്തിന് അങ്ങനെയൊക്കെ പറയേണ്ട എന്ത് ആവശ്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? ഒരു ആവശ്യമില്ല. ചുമ്മാ വെറുതെ അങ്ങ് കൈ നിട്ടങ്ങ് കൊളവാക്കുക, ചളവാക്കുക അങ്ങോട്ട്. എന്നിട്ട് അനുമോള് തിരിച്ച് നടന്നങ്ങോട്ട് പോകാൻ നേരത്ത് ആര്യം പുറകെ പോയിട്ട്, നീ ആദ്യം വെളി നിറഞ്ഞിട്ട് നീ അമ്മേനെ വിളിച്ചോ, നീ നിന്റെ അമ്മേനെ വിളിച്ചിട്ട് പറ ആര്യൻ ജയിച്ചു, ആര്യനാണ് ജയിച്ചത്, ഞാൻ റണ്ണേഴ്സപ്പ് ആയെന്ന് നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആര്യൻ വെരി ഗുഡ് എന്ന് നിന്റെ അമ്മ പറയുന്നു. വെറുതെ വെകിളിത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെകിളിത്തരം കാണിക്കുക, വെകിളിത്തരം പറയുക. അതാണ് ഈ ആര്യന്റെ ഗെയിം ഇപ്പൊ വന്നു. അല്ലാതെ വേറെ ഒരു ഗെയിമും ഇല്ല ഈ ആര്യൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കൊന്നും. ഒരു ഗെയിമും ഇല്ല. സത്യമായിട്ടും പറയുകയാണ്, ആര്യന്റെ ഗെയിം എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇട്ട് അറിയിച്ചു തരിക. ആര്യന്റെ ഗെയിം എന്താണ് ഏതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്രയും ദിവസം ലൈവ് കണ്ടതിൽ നിന്നും. ഈ വെകിളിത്തരം കാണിക്കുക എന്നല്ലാതെ ഒരു ഗെയിമും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ ആര്യൻ. പിന്നെ അനുമോള് സംസാരിക്കാൻ നിന്ന സമയത്ത് വീണ്ടും ഇച്ചിരി ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കരയാൻ പോകുന്ന പോലെയൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് ആദിലെ വിളിക്കുന്നുണ്ട്, ഹഗ് ചെയ്യാൻ വേണ്ടി ആദിലെ വിളിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറുമായിട്ട് ആദിലെ അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ ആര്യൻ പോയി നിന്നിട്ട് ഹഗ് ചെയ്യാണ്. ആദിലേടെ അനുമോളുടെ ഹഗിന്റെ ഇടയ്ക്ക് ആര്യന് വരേണ്ട എന്താവശ്യമാണുള്ളത്? അത് കണ്ടിട്ട് സ്ക്രീൻ സ്പേസ് പിടിക്കാൻ വേണ്ടി നെവിനും കൂടി ഓടിപ്പോയി അവരുടെ കൂടത്തിൽ തന്നെ നിന്ന് ഹഗ് ചെയ്യുന്നു. ഇത് ഒരു നല്ലൊരു മൊമെന്റ് ഒക്കെ ആയിരിക്കാം, പക്ഷെ എന്ത് വെറുപ്പിക്കലാന്ന്. ഒരാളുടെ ഒരു ഇമോഷൻ പങ്കുവെച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഇമോഷണൽ ഒരു സംഭവം ബാഗേജ് ഇറക്കി വെച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പോയി ഈ രീതിയിലുള്ള വൃത്തികെട്ട കളി കളിക്കുന്നത്, സ്ക്രീൻ സ്പേസ് നാടകം കളിക്കുന്നത്. എന്ത് വെറുപ്പിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആര്യനും നെവിനും ഒക്കെ. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. വമ്പം വെറുപ്പിക്കലായിരുന്നു ഇത് കണ്ടോണ്ടിരിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ഇവർ രണ്ടുപേരും പോയി അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ട്. അനുമോൾ സംസാരിക്കാൻ റെഡി ആവുന്ന ആ സമയത്ത് ഇവർ പോയി ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാലും ഈ വെറുപ്പിക്കലൊക്കെ കണ്ടോണ്ടിരിക്കുന്നൊരു കൈയും കണക്കും ഒക്കെ ഇല്ല തന്നെ. ഇത് എത്ര നാളാണ് ഈ വെറുപ്പിക്കൽ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്, ഈ ആര്യന്റെയും നെവിന്റെയും വെറുപ്പിക്കല്? ഇതും കണ്ടിട്ട് ഒന്നും നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ലേ? കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.